ഗൈസ്, അടുത്തതായി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അയിലക്കറിയാണ്. അതിനെന്തൊക്കെ വേണമെന്ന് അമ്മ പറയുന്നതായിരിക്കും. അതിന് ഞങ്ങൾ 1/2 കിലോ അയില മേടിച്ച് വെട്ടി ഞുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ അരിഞ്ഞ് കടുക് വറുത്ത് വഴറ്റിയിട്ടുണ്ട്. അതിലോട്ട് 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2-3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് മല്ലിപ്പൊടിയാണ്. അത് 1 ടീസ്പൂൺ ഇട്ടു. അതിന് ശകല കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പുപൊടി, ഇതെല്ലാം ഇളക്കിയിട്ട് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള കുടംപുളി ഞാൻ വെള്ളത്തിയിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളവും പുളിയും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് തിളയ്ക്കുന്നവരെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ അയിലക്കറിയുടെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് അയില മുറിച്ച് വെച്ചതെല്ലാം പിറക്കി ഇടുക. ഇതിലോട്ട് ഞാൻ ശകല ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് വേകാൻ വെച്ച് ഇതിനെ ഒന്ന് വേഗം വരെ അടച്ച് വെച്ച് അടപ്പ വെച്ച്. അങ്ങനെ നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അയലക്കറിയാണ്. എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക.